എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 32ാമത്തെ സർഗത്തിൽ 22 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 27ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഈ സർഗം 32ാമത്തെ സർഗം തീരുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വായുദേവൻ കുശനാഭൻ്റെ മക്കളെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് അവരോട് പ്രണയാഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹാഭ്യർത്ഥന നടത്തിയെന്നാണ്. അത് ആ സ്ത്രീകൾക്ക്, ആ പെൺകുട്ടികൾക്ക് ഇഷ്ടമായില്ല. അവരത് തിരിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല, അച്ഛൻ ആണ് ഞങ്ങളുടെ പരമമായിട്ടുള്ള ഗുരു ദേവൻ, അതുകൊണ്ട് അച്ഛൻ്റെ ഇംഗിതത്തിനെതിരായിട്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറയണതാണ് സന്ദർഭം. നമുക്ക് ഇന്നത്തെ ശ്ലോകം നോക്കാം. 22ാമത്തെ ശ്ലോകം. പിതാ ഹി പ്രഭുരസ്മാകം ദൈവതം പരമം ച സ യസ്യ നോ ദാസ്യതി പിതാ സ നോ ഭർത്താ ഭവിഷ്യതി. ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ അച്ഛൻ. അങ്ങയ്ക്ക് കാലനായി ഭവിക്കാതിരിക്കട്ടെ ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഈ കുട്ടികൾ പറയാണ്, അസ്മാകം പ്രഭുവു പിതാഹി, ഞങ്ങളുടെ പ്രഭു എന്ന് പറയുന്നത്, അതായത് ഞങ്ങളെ ഏതൊക്കെ തരത്തിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നന്മ വരണമെന്ന് വിചാരിക്കുന്നുവോ, ഞങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ഞങ്ങളുടെ പിതാവ് ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് ഞങ്ങൾ പെരുമാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രഭുവാണ്, ഞങ്ങളെ എല്ലാ തരത്തിലും നിയന്ത്രിക്കുന്ന ആളാണ് അച്ഛൻ. മാത്രമല്ല ദൈവതം, നിയന്ത്രിക്കുക അല്ലെങ്കിൽ പ്രഭു യജമാനൻ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയണത്. അതിലപ്പുറം ഞങ്ങളുടെ ഏറ്റവും പരമമായ ദേവനാണ്, ദൈവതമാണ് അച്ഛൻ. അച്ഛൻ പറയണതല്ലാതെ ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. പരമമായ ദേവതയാണ്, പരമം ദൈവതം പിതാവാണ് ഞങ്ങളുടെ പരമമായിട്ടുള്ള ദേവത. അതുകൊണ്ട് യസ്യനോ ദാസ്യതി പിതാ, ആർക്കൊരാൾക്കായിട്ടാണ് ഞങ്ങളെ, അസ്മാൻ നഹ, നോ എന്ന് വെച്ചാൽ ഞങ്ങളെ എന്നർത്ഥം, ഈ 100 പെൺകുട്ടികളെയും നൽകുന്നത്, ദാസ്യതി സ നോ ഭർത്താ ഭവിഷ്യതി, ആ ആളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഭർത്താവ്. ഞങ്ങൾക്ക് പതിയായിട്ട് അദ്ദേഹമാണ് വരിക. അല്ലാതെ ഞങ്ങളോട് വന്നിട്ട് വിവാഹാഭ്യർത്ഥന നടത്തി എന്നുള്ളത് കൊണ്ടൊന്നും ഞങ്ങളാരും അച്ഛനോട് ഇന്നയാൾക്ക് ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നൊന്നും പറയാൻ പോണില്ല. അച്ഛൻ ഞങ്ങൾക്ക് ഏറ്റവും ചേർന്ന ഒരാളെ കണ്ടുപിടിക്കും എന്ന് ആ പെൺകുട്ടികൾ വായുദേവനോട് മറുപടി പറഞ്ഞു. വളരെ ഉറച്ച തീരുമാനമാണ്. ആ പെൺകുട്ടികൾ വളരെ പിതൃഭക്തി, മാതൃഭക്തി ഒക്കെയുള്ള കുട്ടികളാണ്, നല്ല പെൺകുട്ടികളാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോണ കൂട്ടത്തിലുള്ളവരല്ല. നല്ല ഇരുത്തം വന്ന വകതിരിവുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ മറുപടി പറഞ്ഞത്. പക്ഷെ വായുദേവന് അത് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ എന്താ ചെയ്തത്? 23ാമത്തെ ശ്ലോകം നോക്കാം. താസാം തു വചനം ശ്രുത്വാ ഹരിഃ പരമഗോപന പ്രവിശ്യ സർവഗാത്രാണി ബഭഞ്ജ ഭഗവാൻ പ്രഭു. താസാം തു വചനം ശ്രുത്വാ ഹരി എന്നുള്ളത് പല അർത്ഥത്തിലൊരു പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. നാനാർത്ഥക പദമാണ്. ഇവിടെ വായു എന്നുള്ള അർത്ഥത്തിലാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനെയും അതുപോലെ സിംഹത്തിനെയും കുരങ്ങനെയും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഹരി എന്നുള്ള, ഇന്ദ്രൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഇത് പ്രയോഗിക്കാറുണ്ട്. ഇവിടെ വായുദേവനെ ഉദ്ദേശിച്ചാണ് പറയണത്. അവരുടെ ആ വാക്കുകൾ കേട്ടിട്ട് താസാം തു വചനം ശ്രുത്വ പരമകോപന ഹരി, കഠിനമായിട്ട് ദേഷ്യം വന്നവനായിട്ടുള്ള ആ വായുദേവൻ എന്തു ചെയ്തു? സർവഗാത്രാണി പ്രവിശ്യ, അവരുടെ ശരീരത്തിലെ ഓരോ അംഗങ്ങളിലും ഓരോ അവയവങ്ങളിലേക്കും കയറിയിട്ട് ഭഗവാൻ പ്രഭു ബഭഞ്ജ, പ്രഭുവായിട്ടുള്ള, അതായത് നല്ല ശക്തിയുള്ള ആളാണ്. ശരീരത്തിൽ, എല്ലാവരുടെ ശരീരത്തിലും ഈ വായുദേവൻ്റെ സാന്നിധ്യമുണ്ട്. അതൊന്നും പോരാതെ, അതെല്ലായ്പ്പോഴും ഉണ്ട്, അതൊന്നും പോരാതെ ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ട് വായുദേവൻ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഓരോ അംഗങ്ങൾക്കും ഓരോ വൈകൃതങ്ങൾ ഉണ്ടാക്കി. ഈ 100 പെൺകുട്ടികൾക്കും അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. കൂന് പോലെയുള്ള വൈകൃതങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയണത്. അപ്പോൾ എന്താണ്? 24ാമത്തെ ശ്ലോകം നോക്കാം. താഃ കന്യാ വായുനാ ഭഗ്നാ വിവിശുർനൃപതേർഗൃഹം പ്രവിശ്യ ച സുസംഭ്രാന്ത സലജ്ജാ സാശ്രുലോചന. 25 കൂടിയും പറയാം. സചതാദയിതാ ഭഗ്നാ കന്യാ പരമശോഭനാ ദൃഷ്ട്വാ ദീനാസ്തദാ രാജാ സംഭ്രാന്ത ഇദമബ്രവീത്.
താ കന്യാഹ, ആ കന്യകമാർ എങ്ങനെയുള്ളവരെ? വായുനാ ഭഗ്നാഹ, വായുവിനാൽ കൂന പോലെയുള്ള വൈകൃതങ്ങൾ വരുത്തി വച്ചവരായിട്ടുള്ള ആ പെൺകുട്ടികൾ. നൃപതേഹേ ഗൃഹം വിവിശു, നൃപതിയുടെ അച്ഛൻ കുശനാഭൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവർ സാധാരണ പെൺകുട്ടികളൊക്കെ അന്തഃപുരത്തിലൊക്കെ ഉണ്ടാവുക, പക്ഷെ അവരപ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതാണ് നൃപതേഹേ ഗൃഹം വിവിശു, നൃപതിയുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. അവർ വല്ലാതെ ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ അനുഭവിക്കുന്നവരായിട്ടാണ് അങ്ങോട്ട് പോയത്. അതാണ് പ്രവിശ്യച സുസംഭ്രാന്താഹ, വളരെയധികം പേടിച്ച അവശകളായിട്ട്. സുസംഭ്രാന്തകൾ, എന്താ പറ്റിയത്? ഇത്ര നേരം കൊണ്ട്, ഇത്ര ഞൊടിയിട കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള തോന്നലുകളോടൊക്കെ കൂടിയിട്ട് വല്ലാത്ത സങ്കടത്തോട് കൂടിയിട്ട് എല്ലാവരും സലജ്ജാ സാശ്രുലോചനാഹ, നാണം കെട്ട്, അതുപോലെ കണ്ണിൽ വെള്ളം കരഞ്ഞുകൊണ്ട് വീർപ്പ് മുട്ടിക്കൊണ്ട് നൃപതിയുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. ഈ വായുദേവൻ്റെ ആക്രമണത്തിന് ശേഷം പേടിച്ചരണ്ട് ഈ പെൺകുട്ടികൾ 100 പേരും അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അതായത് വായു പിന്നെ എന്താ കാട്ടിയെന്നോ അവർക്ക് മുഴുവനും മനസ്സിലായില്ല. വായുദേവനായിട്ട് കാണാനുമില്ല. ഇവർക്കാകെ പേടിയായി. അവർ വളരെ ദൃഢഗാത്രകളായിട്ട് നടന്നിരുന്ന കുട്ടികൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വൈകല്യങ്ങൾ വന്ന് ഭവിച്ചപ്പോൾ അവർക്ക് ആകെ ലജ്ജയും സങ്കടവും ഒക്കെ വന്നു. അങ്ങനെയാണ് അച്ഛനെ കാണാൻ പോണത്. അങ്ങനെ അവരെ കണ്ടപ്പോൾ സചതാ ദയിതാ ഭഗ്നാ കന്യാഹ പരമശോഭനാഹ, പരമശോഭനകളായ നല്ല സുന്ദരികളായിട്ട് ഇവിടെ നിന്ന് കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഉലാത്താൻ പോയവരാണ്. വെറുതെ രസിച്ച് കളിച്ച് നടക്കാൻ വേണ്ടി പോയ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ, നല്ല രമണീയമായിട്ടുള്ള ശരീരത്തോടു കൂടിയവർ, നല്ല വസ്ത്രം ധരിച്ചവർ, ആഭരണങ്ങളിട്ട് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളായിരുന്നു 100 പേരും. അവർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഈ പെൺകുട്ടികളെ ഭഗ്നാഹ ദയിതാഹ ദൃഷ്ട്വ, ഭഗ്നകളായ തൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, മക്കളെ കണ്ടിട്ട് സംഭ്രാന്ത രാജ ഇതം അബ്രവീത്, സംഭ്രാന്തനായ രാജാവും വളരെയധികം പേടിച്ചു. എന്താ ഈ വന്നത്, എന്താ അത്ര പെട്ടെന്ന് സംഭവിച്ചത് എന്നൊക്കെ പരിഭ്രമിച്ചുകൊണ്ട് രാജാവ് അവരോട് ചോദിക്കുകയാണ്. ദീനകളായിരുന്നു, അതുപോലെ തന്നെ ഭഗ്നകളായി തീർന്നു, വല്ലാത്ത അനാരോഗ്യം വന്നു പെട്ടവരായ പെൺകുട്ടികളെ കണ്ടിട്ട്. മുമ്പ് അവർ വളരെ സുന്ദരികളായിരുന്നു, അവർ പെട്ടെന്ന് ഇത്തരത്തിൽ രൂപമാറ്റം സംഭവിച്ചവരായി കണ്ടിട്ട് അച്ഛന് വല്ലാത്ത പരിഭ്രമായി ഇങ്ങനെ ചോദിക്കുകയാണ്. അതാണ് 26ാമത്തെ ശ്ലോകത്തിൽ. കിമിദം കഥ്യതാം പുത്ര്യ കോ ധർമ്മമവമന്യതേ കുബ്ജാഃ കേന കൃതാഃ സർവാ വേഷ്ടന്ത്യോ നാഭിഭാഷഥ. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ശ്രോതുമിച്ഛാമിതം പുത്ര്യ കസ്യേദം കർമ്മഗർഹിതം ഏവം രാജാ വിനിശ്വസ്യ സമാധിം സന്ദധേ തത. അച്ഛൻ പരിഭ്രമത്തോടു കൂടി ചോദിക്കുകയാണ്, കിമിദം പുത്ര്യ, അല്ലയോ പ്രിയപ്പെട്ട കുട്ടികളെ, മക്കളെ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? അതാണ് കഥ്യതാം കിമിദം, എന്തൊക്കെയാ അത്, എന്താ സംഭവിച്ചത്? കഹ ധർമ്മം അവമന്യതേ, ആരാണ് ധർമ്മത്തെ അപമാനിക്കുന്നത്? അരുതാത്ത പ്രവൃത്തികൾ ആരാണ് ചെയ്യണത്? അതായത് പെൺകുട്ടികളോട് ആരോടും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് സാധുക്കളായിട്ടുള്ള പെൺകുട്ടികൾ അങ്ങോട്ട് ആരോടും ആക്രമിക്കാനോ അല്ലെങ്കിൽ വേണ്ടാത്ത പറയാനൊന്നും പോവാത്ത ഈ പെൺകുട്ടികളെയൊക്കെ ആരാണ് ഇങ്ങനെ ചെയ്തത്? ആരാണ് ധർമ്മത്തെ അപമാനിച്ചത്? കുബ്ജാഹ കേന കൃതാഹ സർവാഹ, നിങ്ങളെല്ലാവരും ആരാലാണ് കുബ്ജകളാക്കപ്പെട്ടത്? കുബ്ജ എന്നുള്ളതിന് കൂനികൾ എന്നർത്ഥം. ശരീരത്തിന് വൈകൃതം വന്നുല്ലോ, അപ്പോൾ കൂനാണ് പ്രധാനമായിട്ട് വന്നത്. ആരാണ് നിങ്ങളെ കുബ്ജകളാക്കിയത്? എന്താണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ വേഷ്ടന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് നിൽക്കണത്? എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് വളരെ സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് അച്ഛൻ. അത്രയും ചോദിച്ചിട്ടും അവർക്ക് മറുപടി പറയാൻ പറ്റില്ല. അതാണ്, എന്താ നിങ്ങളൊന്നും പറയാത്തത്? ന അഭിഭാഷത, എന്താ നിങ്ങൾ എന്നോട് മറുപടി പറയാത്തത്? ആരാ നിങ്ങളെ ഇങ്ങനെ അപമാനിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വൈകൃതം ഉണ്ടാക്കിയത്? ആരാണ് നിങ്ങൾക്ക് കൂനുണ്ടാക്കിയത്? ആരാണ് ധർമ്മത്തെ അവമാനിക്കുന്നത്? വേഗം പറയൂ, എന്താ നിങ്ങൾക്ക് പറ്റിയതെന്നിങ്ങനെ വളരെ പരിഭ്രമത്തോടു കൂടി ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ശ്രോതുമിച്ഛാമി തം പുത്ര്യ, കുട്ടികളെ, എനിക്ക് ആ ആളെ പറ്റി കേൾക്കണം. ശ്രോതും ഇച്ഛാമി തം കസ്യ ഇതം കർമ്മ ഗർഹിതം, ആരാണ് ഇത്ര നിന്ദ്യമായിട്ടുള്ള, ഗർഹിതമായിട്ടുള്ള, ചെയ്യാൻ പാടില്ലാത്തതായ ഇത്ര ചീത്ത പ്രവൃത്തി ആരാണ് ചെയ്തത്? ആരാണത് ചെയ്തത് എന്നുള്ളത് എനിക്കിപ്പോൾ കേൾക്കണം.
ആരാണെന്ന് പറയൂ എന്ന് ആ പെൺകുട്ടികളോട് വളരെ കർക്കശമായ ഭാഷയിൽ പിതാവ് കുശനാഭൻ ചോദിച്ചു. ഏവം രാജാ വിനിശ്വസ്യ സമാധിം സന്ദധേ തതഃ ഇപ്രകാരം ഏവം എന്ന് വെച്ചാൽ ഇപ്രകാരം വിനിശ്വസ്യ എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ കൊണ്ട് ശ്വാസോച്ഛ്വാസമൊക്കെ വേഗത്തിലെടുത്തിട്ട് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് വളരെ മനസ്സ് അങ്ങടെ കെട്ടുപോയി. തൻ്റെ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ ആരാണ് ഇങ്ങനെ അപമാനിച്ചത്, ഇങ്ങനെ വികൃത രൂപികളാക്കിയത് എന്നുള്ള ആ ആധിയോട് കൂടിയിട്ട് ഉത്കണ്ഠപ്പെട്ട് അവിടെ ഇരുന്നു എന്നാണ് ഇവിടെ ഈ സർഗത്തിൻ്റെ അവസാനത്തിൽ പറയണത്. ഇനി ഇതൊക്കെ ചെയ്തത് വായുദേവനാണെന്നുള്ള കഥകളൊക്കെ അടുത്ത സർഗത്തിലാണ് പറയണത്. ഇന്നത്തെ ഈ ശ്ലോകങ്ങൾ നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. പിതാ ഹി പ്രഭുരസ്മാകം ദൈവതം പരമം ച സ യസ്യ നോ ദാസ്യതി പിതാ സ നോ ഭർത്താ ഭവിഷ്യതി. താസാം തു വചനം ശ്രുത്വാ ഹരിഃ പരമകോപന പ്രവിശ്യ സർവഗാത്രാണി ബഭഞ്ജ ഭഗവാൻ പ്രഭു. താഃ കന്യാ വായുനാ ഭഗ്നാ വിവിശുർനൃപതേർഗൃഹം പ്രവിശ്യ ച സുസംഭ്രാന്താ സലജ്ജാ സാശ്രുലോചനാ. സ ച താ ദയിതാ ഭഗ്നാഃ കന്യാ പരമശോഭനാ ദൃഷ്ട്വാ ദീനാസ്തദാ രാജാ സംഭ്രാന്ത ഇദമബ്രവീത്. കിമിദം കഥ്യതാം പുത്ര്യഃ കോ ധർമ്മമവമന്യത്തെ കുബ്ജാഃ കേന കൃതാഃ സർവാ വേഷ്ടന്ത്യോ നാഭിഭാഷഥ. ശ്രോതുമിച്ഛാമി തം പുത്ര്യ കസ്യേദം കർമ്മഗർഹിതം ഏവം രാജാ വിനിശ്വസ്യ സമാധിം സന്ദധേ തതഃ. കുട്ടികളുടെ മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് മഹാരാജാവ് ശ്രദ്ധയോടുകൂടി ഉത്കണ്ഠയോട് കൂടിയിട്ട് മനസ്സിലാകെ പരിഭ്രമത്തോടു കൂടിയിട്ട് അങ്ങനെ ഇരുന്നു എന്നാണ് ഇവിടെ പറയണത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.